മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPI നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ഈ സമരം പ്രായോഗികമല്ല. അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM-ന്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ DS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധി നേരിടുകയായിരുന്നു. അതായത് ആ സമരം നടന്നാൽ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ് ലാത്തിച്ചാർജുമൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. എന്നാൽ AK സെന്ററിൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് ഔചാരികമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും നേരെ കൈരളി TVയിലേക്കാണ് പോയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞു. മാത്രമല്ല മറുവശത്തും അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു. ആ സമയത്ത് ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭമൊരുക്കിയത്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് ജോൺ ബ്രിട്ടാസും ഞാനും ഒരുമിച്ചാണ് പോയത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 2013 ഓഗസ്റ്റ് 12-ന് തലസ്ഥാന നഗരത്തെ പ്രതിഷേധ കടലാക്കി മാറ്റിയ LDF-ന്റെ സോളാർ സമരത്തിന് വെറും 2 ദിവസത്തെ ആയുസ് മാത്രമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ അഭ്യൂഹങ്ങളും ആരോപണങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സമരം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ ഒത്തുതീർപ്പിന് CPM വഴങ്ങിയതാണെന്ന് ഒത്തുതീർപ്പ് നടത്തിയവർ തന്നെ സമ്മതിക്കുന്നു. ഉമ്മൻചാണ്ടി രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് പറഞ്ഞു തുടങ്ങിയ VS അമരക്കാരനായി നിന്ന സോളാർ സമരം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പേരിൽ പിൻവലിച്ചു. മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം ജോൺ ബ്രിട്ടാസ് ആണ് ഇതിനായി ആദ്യ ശ്രമം നടത്തിയതെന്ന് ലേഖനം എഴുതിയതാണ് ഒടുവിൽ അണിയറ രഹസ്യങ്ങൾ അവരവർ തന്നെ വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഒത്തുതീർപ്പ് ചർച്ച നടന്നതായി ജോൺ ബ്രിട്ടാസും ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂരും സമ്മതിക്കുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ ചെറിയ സംശയമുള്ളൂ: ആരാണ് ആദ്യം ഫോൺ വിളിച്ചത്? അതിനേക്കാൾ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സോളാർ സമര ഒത്തുതീർപ്പിന് CPM വഴങ്ങിയത് എന്ത് ഡീലിന്റെ പേരിലാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും.
പ്രൈം ഡിബേറ്റിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ LG ലിജീഷ്, കോൺഗ്രസ് വക്താവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, BJP വക്താവ് ശ്രീ VP ശ്രീ പത്മനാഭൻ എന്നിവരെയാണ് മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം സിംഗപ്പൂരിൽ നിന്ന് ലൈവായിട്ടും ഈ ചർച്ചയിൽ ചേരുന്നതാണ്. ആദ്യം ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇതിലിപ്പോൾ തിരുവഞ്ചൂരിന്റെ റോൾ അത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയെടുത്താണ് സോളാർ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചത് എന്ന്, അതായത് സമ്മർദ്ദം ചെലുത്തി LDFന് മേലെന്ന്. അതിന്റെ പേരിൽ തിരുവഞ്ചൂരിന്റെ മേലും കുറേയേറെ പഴികൾ വന്നിരുന്നതാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം ഒത്തുതീർപ്പിന് വഴങ്ങുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ പലതും അഭ്യൂഹങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ജോൺ മുണ്ടക്കയം ഒരു കാര്യം പറയുന്നു, ജോൺ ബ്രിട്ടാസും ഞാനും കൂടി ശ്രമിച്ചാണ് ഈ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന്. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫോൺ വിളിയിൽ അത് ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തെ വിളിക്കുന്നു, അവിടെ നിന്ന് അത് ഡെവലപ്പ് ചെയ്ത് തിരുവഞ്ചൂരിലെത്തുന്നു, പിന്നെ ഒടുവിൽ ഉമ്മൻചാണ്ടിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു, അവിടെ വെച്ചൊരു ഒത്തുതീർപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ 2 ദിവസം മാത്രം ഈ സമരം നീണ്ടു നിൽക്കുന്നു. ഇതിലിപ്പോൾ നിങ്ങളും പ്രതിക്കൂട്ടിലാണ്. കാരണം ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് നടത്തി എന്നതിൻ്റെ പേരിൽ അവിടെയാണ് ഈ ഡീലിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആരാണ് ആദ്യം വിളിച്ചത് എന്ന ഒറ്റ കാര്യത്തിൽ നിൽക്കുന്നു. ജോൺ ബ്രിട്ടാസ് പറയുന്നു ഞാനല്ല വിളിച്ചത്, എന്നെ തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നുവെന്ന്. തിരുവഞ്ചൂർ പറയുന്നു ഞാനല്ല വിളിച്ചത്, ബ്രിട്ടാസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണെന്ന്. എന്തിനാണ് ഇങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആരോപണമെന്നല്ല ഈ കള്ളക്കളികൾ നടത്തുന്നത്? വസ്തുത എന്താണെന്ന് തുറന്നു പറഞ്ഞുകൂടെ? ശ്രീ മഞ്ജുഷ്, നോക്കൂ, ഇതിൽ ഇടപെടൽ നടത്തിയിരിക്കുന്ന ആളാരുണ്ട്? അത് കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് ആദ്യം വിളിച്ചതോ രണ്ടാമത് വിളിച്ചതോ ആവട്ടെ, കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ചാനൽ ജയ്ഹിന്ദിന്റെ ചീഫ് എഡിറ്ററോ ഞങ്ങളുടെ മുഖപത്രമായ വീക്ഷണത്തിന്റെ എഡിറ്ററോ ഒന്നും അല്ലല്ലോ. അന്ന് അവിടെ നിന്ന് സർക്കാരിന്റെ ഭാഗമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ്. വളരെ ക്ലിയർ ആണല്ലോ. അല്ല, അപ്പുറത്തൊന്നും അങ്ങനെയാണ്. അപ്പുറത്ത് നിന്ന് കൈരളി ചാനലിന്റെ MD അല്ല ഇടപെട്ടത്, അവിടെ CPMന്റെ അംഗമാണ് അദ്ദേഹം. CPMന്റെ നേതാവാണ് അദ്ദേഹം. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ കൈരളി TVയുടെ MD എന്ന നിലയിലല്ല ഈ ഉദ്യമത്തിൽ പങ്കെടുത്തത്, പക്ഷെ അവിടെ പാർട്ടിക്കാരൻ എന്ന രീതിയിലാണെന്ന്. അല്ലല്ലോ, ബ്രിട്ടാസ് എല്ലാ കാലത്തും നമ്മൾ ഈ ദല്ലാൾ നന്ദകുമാർ എന്നൊക്കെ പറയുന്ന പോലെ CPMന്റെ ഓൺ ദല്ലാളാണ്. അത് എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം. ഇന്നും BJPയുമായി നോക്കൂ, ജഗദീപ് ധൻഖറും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എത്രയോ വലുതാണ്. BJPയുമായി കേന്ദ്രത്തിൽ ചില കേസുകളിലൊക്കെ ദല്ലാൽ പണി ചെയ്യുന്നത് ബ്രിട്ടാസ് തന്നെയാണ്. വളരെ വിത്ത് ഓൾ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ് ഞാനത് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നോക്കൂ, ഈ കേസിൽ ഞങ്ങളുടെ പക്ഷം എന്താണ് ഇടപെട്ടിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത്? അത് സംസ്ഥാനത്തെ അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ്. എന്തുകൊണ്ട് ഇടപെട്ടു കൂടായികയുള്ളത്? കാരണം CPM പോലെ സംഘടനാ സംവിധാനം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന, ഞാൻ വളരെ തുറന്ന് സമ്മതിക്കുകയാണ്, പ്രവർത്തിക്കുന്ന എന്ത് മണ്ടത്തിനും വിളിച്ചു പറഞ്ഞാലും അത് കേട്ട് കൊടി പിടിക്കാൻ കുറേയേറെ പ്രവർത്തകരുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം തീരുമാനിക്കുകയാണ് മുഖ്യമന്ത്രി രാജിവെച്ചിട്ടേ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറും എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി ബാഗും കെട്ടിപ്പറക്കി എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് എത്തുന്നു, സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. ഒരു ബ്രാഞ്ചിൽ നിന്ന് 2 അംഗങ്ങളെ വീതം CPM സെക്രട്ടേറിയറ്റിലേക്ക് വിളിക്കുന്നു. അവരോട് പറയുന്നു നിങ്ങൾ 2 ആഴ്ച കാലത്തേക്ക് എല്ലാം കരുതി വേണം വരാൻ, അത് കഴിയുമ്പോൾ ബാക്കി 2 അംഗങ്ങളെ ഞങ്ങൾ തിരിച്ചു വിളിക്കും, അവർ വരണം. അങ്ങനെ വരുമ്പോ സർക്കാർ 2 രീതിയിലാണ് ഇടപെടുക. ഒന്ന്, സർക്കാർ ഭരണപരമായി ഇടപെടും. ആ ഇടപെടലാണ് അന്ന് സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കുന്നു. CPMോ AKG സെന്ററോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനോ പോലും പ്രതീക്ഷിക്കാത്തൊരു മൂവാണത്. വളരെ കൃത്യമായി കോൺഗ്രസ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ തീരുമാനിക്കുന്നു സെക്രട്ടേറിയറ്റിന് അവധി. സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ചാൽ ഇവർ ഏത് സെക്രട്ടേറിയറ്റാണ് വളയുക? രണ്ടാമതായി ഇവരുടെ ചില പാർട്ടി കേന്ദ്രങ്ങളായി അന്ന് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിവിധ സ്ഥലങ്ങൾ, ഇൻക്ലൂഡിങ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് അടക്കമുള്ളവർ ഞങ്ങൾ അവധി പ്രഖ്യാപിക്കുന്നു. അവിടേക്ക് പാർട്ടി പ്രവർത്തകർക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ പഴുതടച്ച സുരക്ഷ ഉണ്ടാക്കുന്നു. അതായത് യാതൊരു സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചലിക്കാനാവാത്ത രീതിയിൽ ആ സമരം തിരുവനന്തപുരത്തെത്തി ഉദ്ഘാടനത്തിന് ശേഷം നിശ്ചലമാകുന്ന രീതിയിൽ അന്നത്തെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെന്റും ഇടപെട്ടു. അത് ഭരണപരമായുള്ള ഇടപെടലാണ്. രണ്ടാമതായി ഇന്ന് ശ്രീ തിരുവഞ്ചൂർ അടക്കമുള്ളവർ പറയുന്നത് വിശ്വാസത്തിൽ എടുക്കുമ്പോൾ വളരെ കൃത്യമായി ഈ പാർട്ടി സംവിധാനത്തിന് അന്ന് VS അച്യുതാനന്ദന്റെ പിടിവാശിയുടെ പുറത്ത് എടുത്തുചാടി പ്രഖ്യാപിച്ച ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല. അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? മുമ്പോട്ട് പോകണമെങ്കിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കണം, മലമൂത്ര വിസർജനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കൊടുക്കണം. ഇതെല്ലാം കൂടെ AKG സെന്ററിൽ നടപ്പിലാവുമായിരുന്നില്ല.
3, ഇവർ സമരം ചെയ്യാൻ വേണ്ടി വന്ന സെക്രട്ടേറിയറ്റിന് ഓൾറെഡി മുഖ്യമന്ത്രി എന്ത് പ്രഖ്യാപിച്ചു? അവധി പ്രഖ്യാപിച്ചു. പിന്നെ ഇവരുടെ സമരം നിരർഥകമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് പിൻവലിച്ച് പുറകോട്ട് പോകാൻ അവർക്കൊരു റീസൺ വേണം. അവർക്ക് രാഷ്ട്രീയ മാന്യത അവരെ കീപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ രാഷ്ട്രീയ മാന്യത സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അവർ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ബന്ധപ്പെടുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കാം. ശരി, അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് വരുന്നു. താങ്കൾ പറയുന്നത് സർക്കാരിന് ഇത് അത്യാവശ്യമായിരുന്നു, സർക്കാർ അത് ചെയ്യുകയും ചെയ്യും. അതാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയെടുത്ത് നടപ്പാക്കിയത്. അത് സർക്കാരിന്റെ വിജയമാണെന്ന്. ശ്രീ ലിജീഷ്, ഇത് ശരിയുമാണല്ലോ. കാരണം ഒരു സർക്കാരാണെങ്കിൽ ഒരു സമരം പൊളിക്കുന്നതിന് വേണ്ടി ഏത് കാര്യവും ചെയ്യും. അത് ചിലപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് നേരിടും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിലൂടെ അത് ധാരണയിലെത്തിക്കും. ഇവിടെ പിൻവാതിലിലൂടെ ചർച്ചയ്ക്ക് പോയത് നിങ്ങളല്ലേ? അണികൾ അവിടെ സമരം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അറിയാതെ പിൻവാതിലിലൂടെ ഒരു ചർച്ച നടന്നു എന്നത് ഉറപ്പിക്കുന്നതാണല്ലോ ഇന്ന് ജോൺ ബ്രിട്ടാസിന്റെയും വെളിപ്പെടുത്തൽ. ചെറിയാൻ ഫിലിപ്പ് അത് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്നു. അതായത് തിരുവഞ്ചൂരും ബ്രിട്ടാസും പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ചെറിയാനെ അതിനകത്ത് വേണം വിശ്വസിക്കാം. കാരണം ചെറിയാൻ അന്ന് LDF-ലായിരുന്നു, ഇന്ന് UDF-ലാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. അതായത് തിരുവഞ്ചൂർ ചെറിയാനെ വിളിക്കുകയായിരുന്നു ടെലിഫോണിൽ. അത് ഉടൻ തന്നെ ബ്രിട്ടാസിന് ചെറിയാൻ നൽകുന്നു. അങ്ങനെ ബ്രിട്ടാസും തിരുവഞ്ചൂരും തമ്മിലുള്ള ഒരു ആശയവിനിമയം നടക്കുന്നു. അവിടെ നിന്ന് പിന്നെ ഡെവലപ്പ് ചെയ്ത് അത് പിണറായി വിജയൻ വഴി പിന്നെ കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് സംസാരിച്ച്, കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ച്, അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയിലെത്തി ഈ വ്യവസ്ഥകളൊക്കെ വെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ സമരം പിൻവലിക്കുന്നു. ഇതാണല്ലോ ഉണ്ടായത്. അപ്പോൾ അവിടെ വഴങ്ങിയത് CPM ആണ്. അണികൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്ക് ഡോറിൽ പോയി ചർച്ച നടത്താൻ പോയി. ഇതുവരെ ഉണ്ടായിരുന്നത് ഇത് അഭ്യൂഹം മാത്രമായിരുന്നു. C. ദിവാകരൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഞങ്ങളെല്ലാം സമരരംഗത്തിരിക്കുമ്പോൾ പൊടുന്നനെ എന്നെ AKD സെന്ററിലേക്ക് വിളിക്കുന്നു, അവിടെ വെച്ചാണ് ഞാൻ അറിയുന്നത് സമരം പിൻവലിക്കുകയാണെന്ന്. നിരാശയോടെ എനിക്ക് പടിയിറങ്ങി പോരേണ്ടി വന്നു എന്ന്. പക്ഷെ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ എഴുതുന്നില്ല എന്ന് അന്ന് നേതാക്കൾ തള്ളിപ്പറഞ്ഞതാണ്. ഇത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. പക്ഷെ ശരിയാണെന്ന് ഇപ്പോൾ ബ്രിട്ടാസും ചെറിയാനും തമ്മിൽ സമ്മതിക്കുകയാണല്ലോ. അല്ല, അങ്ങനെയല്ല. LDF ഏറ്റെടുത്ത ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളയൽ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ പത്രസമ്മേളനത്തോടുകൂടെയും ഇപ്പോൾ അതിനുശേഷം ചെറിയാൻ ഫിലിപ്പ് നടത്തിയ പത്രസമ്മേളനത്തോടുകൂടെയും ഒരു കാര്യം വ്യക്തമായല്ലോ, ആരാണ് ആദ്യം വിളിച്ചതെന്നുള്ളത്. CPM-ഉം അല്ലെങ്കിൽ LDF ഏറ്റെടുക്കുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് ആ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലൂടെയാണ് ഈ പറയുന്ന കൈരളി TV-യുടെ MD ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസായിട്ട് സംസാരിക്കുന്നത്. അതായത് സമരം നടത്തി അങ്ങോട്ട് പോയത് എങ്ങനെ ഒത്തീർപ്പാക്കണം, എങ്ങനെയും തീർപ്പാക്കണം എന്ന് CPM LDF ആവശ്യപ്പെട്ടതല്ല. സ്വാഭാവികമായിട്ടും ഒരു വലിയ സമരം നടക്കുന്ന സമയത്ത് ഭരണ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് അവരത് അവസാനിപ്പിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കണമെന്ന് അവർ കാണുന്നുണ്ടാവും. അതിനനുസരിച്ച് ജോൺ ബ്രിട്ടാസുമായി സംസാരിച്ചു. ജോൺ ബ്രിട്ടാസ് ഇതിന് ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായും ബന്ധപ്പെട്ടു. അതിനുശേഷം തിരുവഞ്ചൂരും അതുപോലെ ഉമ്മൻചാണ്ടിയുമായി എല്ലാം സംസാരിച്ചു എന്നാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു കാര്യങ്ങളില്ലല്ലോ. അല്ല ലിജീഷ്, ഇത് അന്ന് തന്നെ ഇത് വിവാദമായതാണ്. എന്തിനാണ് LDF ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പൊടുന്നനെ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയത് എന്ന്? അതാണല്ലോ അന്ന് ഏറെ ചർച്ചാ വിഷയമായത്. ഒരുപാട് ചർച്ചകൾ ഇതേക്കുറിച്ച് വന്നിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ നിന്ന് പൊടുന്നനെ രണ്ടാമത്തെ ദിവസം തന്നെ പിന്മാറുകയായിരുന്നു. ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി അതിന് മുൻപ് തന്നെ പറഞ്ഞതാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന്. പക്ഷേ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ബലത്തിൽ ആ സമരത്തിൽ നിന്ന് പൊടുന്നനെ പിന്മാറുകയാണ്. അന്ന് ഐസക്കിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഐസക് സമരരംഗത്ത് അണികളെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, ഐസക് സമരം പിൻവലിച്ചല്ലോ എന്ന്. അപ്പോൾ ഐസക് പറയുകയാണ്, ആര് പറഞ്ഞു സമരം പിൻവലിച്ചു എന്ന്? അതായത് ഒരു നേതാക്കളും അറിഞ്ഞില്ല ഇക്കാര്യം. അതാണ് സംഭവിച്ചത് ശ്രീ ലിജീഷ്. അല്ലാതെ ഈ ബ്രിട്ടാസ് എന്ന് പറഞ്ഞതോടുകൂടി തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിച്ചു, അതുകൊണ്ട് അവിടെ UDF ആണ് ഈ സമരം പറഞ്ഞുകൊണ്ട് ആയില്ല. ഭരണരംഗത്തുള്ളവർ ആശ്രമം നടത്തും, നിങ്ങൾ വഴങ്ങിക്കൊടുത്തു. അല്ല, വഴങ്ങിക്കൊടുത്തല്ല, ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഭൂരിഭാഗം അംഗീകരിച്ചതിന്റെ ഭാഗമായാണ് സമരത്തിൽ പിൻവാങ്ങിയത്. ഈ ചർച്ചയുടെ ഭാഗമായി ജോൺ ബ്രിട്ടാസ് തന്നെ പറഞ്ഞു, CPM-ന്റെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ LDF-ന്റെ നിർദ്ദേശങ്ങളും ആ നിലയിൽ പറയാൻ വേണ്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ വരണം എന്നുള്ളതാണ്.
ജുഡീഷ്യൽ അന്വേഷണം മുൻകൂട്ടി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് 2-3 ദിവസം കഴിഞ്ഞിട്ട് മന്ത്രിസഭ യോഗം ചേർന്നിട്ട് പിന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന എന്തിനാ? അത് ഉമ്മൻചാണ്ടി നേരത്തെ തന്നെ പറഞ്ഞതാണ്. നേരത്തെ കാര്യങ്ങൾ താങ്കൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ. അന്ന് അതിന് മുൻപുള്ള വാർത്താ സമ്മേളനങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ സിറ്റിംഗ് ജഡ്ജി വേണമെന്നുള്ള ഒരു വാശി പിടിച്ചു. പക്ഷെ അത് പിന്നീട് നടന്നുമില്ല. അത് മറ്റൊരു കാര്യം. ഈ ഉറപ്പ് കൊടുത്തതിനു ശേഷം 2 ദിവസം കഴിഞ്ഞ് ഈ തീരുമാനം എടുക്കുന്നു. അതിലെന്താണ് അത്ഭുതം? ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു രാജിവെക്കണം എന്നുള്ളതായിരുന്നു. ഉമ്മൻചാണ്ടി രാജിവെക്കാതെ ഈ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്നായിരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ പറഞ്ഞത്. ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നു. ഈ ചർച്ചയുടെ ഭാഗമായി അതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണ പരിധിക്കകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ജനകീയ വിചാരണയ്ക്ക് നമ്മൾ വിട്ടുകൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും ഞങ്ങൾ സമരവും ക്യാമ്പയിൻ ഏറ്റെടുത്തു. നിങ്ങൾ നോക്ക്, 2016 ഞങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സമര മുദ്രാവാക്യവും അതുപോലെ ഇലക്ഷന്റെ മുദ്രാവാക്യവുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒന്നും സംഭവിച്ചില്ല ശ്രീ ലിജീഷ്. താങ്കൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ 12 വർഷമേ ആയിട്ടുള്ളൂ. ഇനി 12 വർഷമായി എന്ന് തന്നെ കൂട്ടിക്കോളൂ. എന്നാൽ ഈ മലയാളികൾ അത് മറന്നിട്ടില്ല അന്ന് തലസ്ഥാനത്ത് എന്താണ് സംഭവിച്ചതെന്ന്. സമരം നിർത്താൻ നിങ്ങൾ നിർബന്ധിതരാവുകയായിരുന്നു. അതുകൊണ്ട് സർക്കാരിന്റെ ഏത് ഒത്തുതീർപ്പ് നിർദ്ദേശത്തിനും നിങ്ങൾ വഴങ്ങുകയായിരുന്നു. എന്നിട്ട് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി പരിധിയിൽ ഉൾപ്പെടുത്തിയല്ലോ അത് മുഖ്യമന്ത്രി രാജിവെക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രപരമായ ഒരു ഒഴിഞ്ഞുമാറലാണ് അന്ന് സംഭവിച്ചത്. അതല്ലെങ്കിൽ ഇത്രയും വർഷം എന്തിനു മറച്ചു വെച്ചു? ഇത്രയും വർഷം ആരും പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി സംസാരിച്ചു. സർക്കാർ ഇങ്ങോട്ട് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, ഞങ്ങൾ വഴങ്ങി. ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിനെ കുറിച്ച് മിണ്ടിയില്ല. സി ദിവാകരൻ പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം 10 വർഷത്തിന് ശേഷം 10-11 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആത്മകഥയിലാണ് ഇക്കാര്യം പറഞ്ഞത്, ഈ ഒത്തുതീർപ്പിനെ കുറിച്ച്. അന്നും ഏറെ ചർച്ചയായി. അന്ന് നേതാക്കൾ പറഞ്ഞത് എന്താണ്? ദിവാകരൻ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ്. കാനം പോലും ഇക്കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന്, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് നടന്നിട്ടില്ല എന്ന്. അങ്ങനെയല്ല ഞാൻ പറയട്ടെ. അതിനകത്ത് വലിയൊരു സമരം പുറത്തു നടക്കുന്ന സമയത്ത് ഭരണ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് ജോൺ ബ്രിട്ടാസിനെ ചെറിയാൻ ഫിലിപ്പ് വഴി ബന്ധപ്പെടുന്നു. അതിന്റെ ഭാഗമായി LDFന്റെ നേതൃത്വവും CPMന്റെ നേതൃത്വവും ഇന്ന് ആവശ്യമാണ് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം സമരത്തിൽ നിന്ന് പിൻവാങ്ങാമെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സമര വിജയമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് LDFന്റെ നേതൃത്വം ആലോചിച്ച് സമരം പിൻവലിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അത് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം അത് മന്ത്രിസഭാ തീരുമാനമായി വന്നു. അത് ഏറ്റവും വലിയ സമര വിജയമാണ്. അതെന്താണ് മഞ്ജുഷ കാണാതെ പോകുന്നത്? ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനങ്ങൾ മുഴുവൻ എടുത്തു വെച്ച് നിങ്ങൾ നോക്കിക്കോളൂ. ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനങ്ങൾ ഈ സമരത്തിന് മുൻപുള്ള ഉമ്മൻചാണ്ടിയുടെ എല്ലാ വാർത്താ സമ്മേളനങ്ങളും എടുത്തു വെച്ച് നോക്കിക്കോളൂ. അദ്ദേഹം എല്ലാ മന്ത്രിസഭാ യോഗത്തിന് ശേഷവും കൃത്യമായിട്ട് വാർത്താ സമ്മേളനം വിളിക്കാറുള്ളതാണ്. എല്ലാത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏത് അന്വേഷണത്തിനും തയ്യാറാണ്, ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ്, അതിൽ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും പോരാ. VSന്റെ പ്രഖ്യാപനമായിരുന്നു, ഇതൊന്നും പോരാ, മുഖ്യമന്ത്രി രാജിവെക്കാതെ പിന്നോട്ടില്ല എന്ന്. ചെറിയാൻ ഫിലിപ്പിനെ നിങ്ങൾ വിശ്വസിക്കുകയാണല്ലോ. അന്ന് LDFിലായ ചെറിയാൻ ഇപ്പോൾ UDFിലാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് ബ്രിട്ടാസ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്തു പറഞ്ഞു അതേ കാര്യങ്ങൾ തന്നെയാണ് ചെറിയാൻ പറഞ്ഞത്. പക്ഷെ ചെറിയാൻ ഒരു കാര്യം പറഞ്ഞു, VSന്റെ പിടിവാശിയായിരുന്നു, അതിൽ CPMന്റെ മറ്റ് നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഇങ്ങനെ ഒരു സമരവുമായി തലസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, ഇത്രയും ആളുകളെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, ഓരോ ജില്ലാ ഘടകത്തിനും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ ഇന്ന് ചെറിയാൻ പറഞ്ഞത് കൂടി വിശ്വാസത്തിലെടുക്കണം. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത ഒരു സമരത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി CPM ശ്രമിച്ചു. ഇനി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. എല്ലാ വശവും ആലോചിച്ചാണ് സമരം നടത്തുക. അല്ല മഞ്ജുഷ, ഞാൻ പറയട്ടെ, CPMഉം LDFും ഒരു സമരം ആലോചിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സമരത്തിലേക്ക് പോവുകയല്ല ചെയ്യുക. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ ആലോചിക്കുന്ന സമയത്ത് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെല്ലാം ചർച്ച നടത്തും, LDFന്റെ വിവിധ ഘടകങ്ങളിലെല്ലാം ചർച്ച നടത്തും. അല്ലാതെ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിക്ക് എതിർപ്പുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരാണ് വിശ്വസിക്കുക? ചെറിയാൻ UDFിലേക്ക് പോയതോടുകൂടി, ചെറിയാൻ കോൺഗ്രസിലേക്ക് പോയതോടുകൂടി ചെറിയാനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കും. തള്ളിക്കളയുന്ന വാദങ്ങളാണ് നിങ്ങൾ ഈ വെക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല.
വെറുതെ വാശി പിടിക്കുന്നതിനനുസരിച്ചല്ല പൊതുവായി തീരുമാനിക്കുക. ലിജീഷേ, പൊതുവായി VS കൂടി ഉൾപ്പെടുന്ന LDFന്റെ നേതൃത്വവും CPMന്റെ നേതൃത്വമാണ് അന്നത്തെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതെ ലിജീഷ്, ഞാൻ പറഞ്ഞത് എന്റെ വാചകം എടുത്തല്ല, ചെറിയാൻ ഫിലിപ്പ് ഇന്ന് പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ചെറിയാൻ പറഞ്ഞ കാര്യമാണ് VSന്റെ പിടിവാശിയുടെ കാര്യം, ഈ ജില്ലാ ഘടകങ്ങൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പത്മനാഭനും കൂടി ചേരുന്നുണ്ട്. ശ്രീ പത്മനാഭൻ, ഇന്ന് BJP പറയുന്നുണ്ട് ഞങ്ങളിത് അന്നേ പറഞ്ഞ കാര്യമാണെന്ന്. ശരിയാണ്, അന്ന് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. എന്തോ ഒരു വലിയ ഡീലുണ്ടായി, അതിൽ ഈ TP കേസിലെ ഒത്തുതീർപ്പൊക്കെ ഉണ്ടായി എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് താങ്കൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം, പക്ഷെ ബ്രിട്ടാസിന്റെ ഈ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് നയിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ, ജോൺ മുണ്ടക്കയം എന്ന മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായി ഏറെക്കാലം ഉണ്ടായിരുന്ന ജോൺ മുണ്ടക്കയത്തിന്റെ ആ ഒരു ലേഖനമാണല്ലോ ഇതിനെല്ലാം കാരണമായി വന്നിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ലേഖനം എഴുതിയെങ്കിലും ബ്രിട്ടാസ് പറയുന്നു ഞാനും ജോണും തമ്മിൽ ഒരു ആശയവിനിമയം ഈ സോളാർ സമരത്തെക്കുറിച്ച് ഉണ്ടായിട്ടില്ല എന്ന്. ജോൺ മുണ്ടക്കയം പറയുന്നത് ബ്രിട്ടാസ് എന്നെ വിളിക്കുന്നു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊന്ന് ചോദിക്കൂ ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേ, അതിനുള്ള വ്യവസ്ഥകൾ ഒക്കെ പറയാൻ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടക്കുന്നു. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഈ സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് പോയി എന്ന്. ആരൊക്കെയാണ് ഈ സമരം അവസാനിപ്പിച്ചതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് ഇപ്പോൾ രംഗത്ത് വരുന്നത്? അപ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് കേരള സമൂഹത്തോട് തുറന്നു പറയേണ്ട ഒരു സമയമായില്ലേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്? അല്ല, ഞാൻ ആ ദിവസം ഇന്നും ഓർക്കുന്നുണ്ട്. ഞാനന്ന് കൊയിലാണ്ടി കോടതിയിൽ ഒരു കേസിന് പോയതായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കേസ് കഴിഞ്ഞ് ഞാനൊരു വാഹനത്തിൽ കയറി കോഴിക്കോട്ടേക്ക് യാത്രയാവുമ്പോൾ കൊയിലാണ്ടിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പന്തൽ കെട്ടി സമരത്തിലാണ്. ആ കൊയിലാണ്ടിയിൽ നിന്ന് വെസ്റ്റ് ഹില്ലിലേക്ക് എത്താൻ ഏതാണ്ട് ഒരു 35 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ വെസ്റ്റ് ഹില്ല് എത്തുമ്പോഴേക്കും ഞാൻ കാണുന്ന കാഴ്ച വെസ്റ്റ് ഹില്ല് കെട്ടിയിട്ടുള്ള സമരപ്പന്തൽ പൊളിക്കുന്ന കാഴ്ചയാണ്. എനിക്കിത് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ആരോടെങ്കിലും വിളിച്ചു ചോദിക്കണ്ടേ. ഞാൻ RMPക്കാരനായ ഒരു വക്കീലിനെ വിളിച്ചു, എന്തായി കാണുന്നത്, സമരപ്പന്തലൊക്കെ മാർക്സിസ്റ്റുകാർ പൊളിച്ചു നിൽക്കുകയാണല്ലോ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അതൊക്കെ സെറ്റിലായി, അവർ പിൻവലിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞു ഇത് ഒത്തുതീർപ്പാണെന്ന്. അന്ന് ഇവരൊക്കെ കൂടി സുരേന്ദ്രനെ കുറേ ചീത്ത പറഞ്ഞു. ഇപ്പോൾ സത്യമൊക്കെ പുറത്തു വന്നു. ഇന്ന് വരെ ഒത്തുതീർപ്പാണ് എന്ന സത്യം ഇവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നത് അതിൽ നടുക്ക് നിന്ന് പ്രവർത്തിച്ച ഒരാൾ അത് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ വേറെ ഒരു തമാശ നടന്നിട്ടുണ്ട്. അന്ന് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പ് ഇന്ന് വലതുപക്ഷത്താണ്. അപ്പോൾ അദ്ദേഹത്തിനും ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് പുറത്തു പറഞ്ഞാൽ അതും പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അതായത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും 2004 മുതൽ പരസ്യമായും രഹസ്യമായും ഒത്തുതീർപ്പിലാണ്. അതിൻ്റെ കാരണം എന്താണ്? 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് 19-18 സീറ്റ് ഇടതുമുന്നണിക്ക് കിട്ടി. അവരെന്താ ചെയ്തത്? ഡൽഹിയിൽ പോയി കോൺഗ്രസിനെ സഹായിച്ചു. 4.25 കൊല്ലം കോൺഗ്രസ് ഭരിച്ചത് ഈ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അന്നു മുതൽ ശക്തമായ അന്തർധാരയുണ്ട്. പക്ഷെ അതിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ ശ്രീ പത്മനാഭൻ? അന്ന് ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതൊരു അന്തർധാര ഉണ്ടെങ്കിൽ ആ രീതിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ LDF? എത്രയോ സമരങ്ങൾ അരങ്ങേറി, ഒടുവിൽ ബാർ കോഴക്കേസ് വരുന്നു, സോളാർ കേസിൽ എത്രത്തോളം ആരോപണങ്ങൾ വന്നു, എല്ലാം പൊള്ളയാണെന്ന് പിന്നീട് മനസ്സിലായി. ഒരു തെളിവും ഇതിനൊന്നും ഇല്ലാതെ പോയി. CBI അന്വേഷണം പിന്നീട് വന്നപ്പോഴും ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്നും തെളിയിക്കാൻ പറ്റിയില്ല. ഇത് കെട്ടിച്ചമച്ചതാണെന്ന രീതിയിലുള്ള CBIയുടെ കണ്ടെത്തലുകൾ വന്നു. ആ കത്തിന്റെ കാര്യത്തിലുള്ള CBIയുടെ കണ്ടെത്തലുകൾ വന്നു. ഇതെല്ലാം വന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ അന്തർധാര ഉണ്ടായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുമായി 5 വർഷവും കോംപ്രമൈസ് ചെയ്ത് തന്നെ പോകുമായിരുന്നല്ലോ LDF. അതുണ്ടായിട്ടില്ല. അങ്ങനെയില്ല, ആ രീതിയിൽ അല്ല. പക്ഷേ ഈ സോളാർക്ക് ഈ സമരത്തിന്റെ പേരിലുള്ള ഒരു ഒത്തുതീർപ്പുണ്ടായോ? പറഞ്ഞുതരാം. ഇത് അല്ല താങ്കൾ അറിയാത്ത, ഒരുപക്ഷെ താങ്കൾക്ക് അറിഞ്ഞിരിക്കാൻ നിർബന്ധമില്ലാത്തൊരു കാര്യമുണ്ട്. ആദ്യം മുതലേ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ഈ സഹകരണത്തിന് എതിർത്തു നിന്ന കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2004 കമ്മ്യൂണിസ്റ്റുകാരെ സഹായം സ്വീകരിക്കുന്നതിന് വരെ അദ്ദേഹം എതിരായിരുന്നു. അത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ച ആളാണ്. ഞാനൊരു സംഭവം കൂടി പറയാം. ഒരു സമരം അതായത് ഡൽഹിയിലെ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി ആഫീസിന് മുന്നിൽ BJP ഒരു സമരം ചെയ്തിരുന്നു. ഓർമ്മിക്കുന്നുണ്ടാവും. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ BJPയുടെ ഡൽഹി മേയറായിരുന്നു. അന്ന് ഒറ്റ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അവരുടെ വാഹനം ഷീലാ ദീക്ഷിത് വന്ന് പിടിച്ചെടുത്തു. കാരണം ഷീലാ ദീക്ഷിത് അന്ന് കമ്മ്യൂണിസ്റ്റുകാരുമായി സഹകരിക്കുന്ന സ്വഭാവത്തിലായിരുന്നു.
ആ സമയത്ത് ഉമ്മൻചാണ്ടി ഷീലാ ദീക്ഷിത്തിനോട് പറഞ്ഞു എത്ര നിങ്ങൾക്ക് എന്താ കമ്മ്യൂണിസ്റ്റുകാരോട് ഇത്ര സ്നേഹം, ഞങ്ങളിവിടെ ഫൈറ്റ് ചെയ്യാണല്ലോ എന്ന്. ഉമ്മൻചാണ്ടി ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഈ കച്ചവടത്തിനൊക്കെ എതിരായിരുന്നു. 2004 ഇടപാടിന് അദ്ദേഹം എതിരായിരുന്നു. ഇത് കേരളത്തിലെ കോൺഗ്രസിന് ദോഷം ചെയ്യും എന്ന് അദ്ദേഹത്തിന് 100% വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇന്ന് റെഡിയായിരിക്കുകയാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് പതുക്കെ കമ്മ്യൂണിസ്റ്റുകാർ നുഴഞ്ഞു കയറി. അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. ഇത് CPM-നും അറിയാമായിരുന്നു. അത് ഉമ്മൻചാണ്ടിക്കെതിരെ അവർക്ക് എന്നും ഈ ഒരു കാര്യത്തിൽ അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയാണ് ഇതിനെതിരാണ്. അദ്ദേഹം ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഹകരണം അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണെങ്കിലും അതിനെതിരായ നിലപാടെടുക്കുന്ന ഒരാൾ കോൺഗ്രസിൽ പ്രമുഖൻ ഉമ്മൻചാണ്ടി. താങ്കളുടെ നിരീക്ഷണം അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ ഈ 2013 ഓഗസ്റ്റ് 13 പൊടുന്നനെ ഈ സോളാർ സമരം LDF പിൻവലിക്കണമെങ്കിൽ അത് ശരിയാണ്, അവിടെ ആളുകളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ LDF പോലെയുള്ള CPM പോലെയുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിക്ക് ഇത്രയും ആളുകളെ തലസ്ഥാനത്ത് നിയന്ത്രിച്ച് നിർത്തുവാനുള്ള ബുദ്ധിമുട്ട് അത്ര കഠിനമായിരുന്നോ ആ സമയത്ത്? പിന്നെ അതിൻ്റെ ഒരു മറുവശമുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് വഴങ്ങണമെങ്കിൽ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് തിരുവഞ്ചൂറാണെന്നാണല്ലോ. അത് തിരുവഞ്ചൂർ സമ്മതിക്കുന്നുണ്ട്, ഞാൻ മുൻകൈയെടുത്ത് തന്നെയാണ് ഈ ചർച്ചകളിലേക്ക് പോയതെന്ന്. അങ്ങനെയാണെങ്കിൽ പകരം എന്ത് കിട്ടിയിരിക്കാം CPM-ന്? ആ ഒരു ആരോപണമാണല്ലോ നിങ്ങൾ ഉന്നയിക്കുന്നത്. അത് TP ചന്ദ്രശേഖരൻ കേസ് ഉന്നതരിലേക്ക് പോകുന്നത് നിർത്തിവെച്ചു. TP ചന്ദ്രശേഖരൻ കേസിന്റെ ഫയല് തിരുവനന്തപുരത്തിന്റെ കയ്യിലാണ്. TP ചന്ദ്രശേഖരൻ കേസിലെ ഉന്നതരിലേക്കുള്ള അന്വേഷണം ഉമ്മൻചാണ്ടി സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് നിർത്തിവെച്ചത് ആരായി ഒച്ചുണ്ടാക്കുന്നത്? എന്തിനാ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. ശരി, പത്മനാഭൻ പറയട്ടെ. നിങ്ങൾ ഇതാണ് തകരാറ്. ഇതൊക്കെ താങ്കൾ പറഞ്ഞാൽ അത്ര ക്ലിയറുമല്ല, അത് സൂം ആയതുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യണ്ട. അയാളെ മൈക്കൊന്ന് ഓഫാക്ക്, വെറുതെ ബഹളം ഉണ്ടാക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധം അത് അങ്ങോട്ട് പോവല്ലോ, അന്വേഷണം മേലോട്ട് പോവല്ലോ. അത് തിരുവഞ്ചൂർ വിചാരിച്ചാൽ നടക്കുമല്ലോ, ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ നടക്കുമല്ലോ. കൊല്ലിച്ചവർ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ. അത് സംഭവിക്കാതിരിക്കാനാണ് തിരുവഞ്ചൂർ പറഞ്ഞതനുസരിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഉസ്താദന്മാരാണ്. അതുകൊണ്ടല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അവസ്ഥ എന്താ? 3 സീറ്റിൽ കമ്മ്യൂണിസ്റ്റും 52 സീറ്റിൽ കോൺഗ്രസും. ഇതാണ് അവസ്ഥ. അതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് എല്ലാവരോടും ഒത്തുതീർപ്പുണ്ടാക്കി. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറയാം. തിരുവഞ്ചൂരിനെ കുറ്റപ്പെടുത്തുമ്പോൾ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണല്ലോ സോളാറിലെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയതും അത്രയും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും. കൊല്ലാൻ നിർദ്ദേശം കൊടുത്തവർ ഇന്ന് വരെ അറസ്റ്റിലായിട്ടില്ല. അവരിപ്പോഴും പുറത്താണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമല്ലെങ്കിൽ KK രമയോട് ചോദിക്കും. KK രമയെ വിളിച്ച് ചോദിക്കും, കൊല്ലിച്ചവർ അറസ്റ്റിലായിട്ടുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ കൊല്ലാൻ നിർദ്ദേശം കൊടുത്തവർ അറസ്റ്റിലായിട്ടുണ്ടോ, കേസിൽ പ്രതിയായിട്ടുണ്ടോ എന്ന് KK രമയോട് ചോദിക്കും, എന്നോട് ചോദിക്കണ്ട. ശരി. രമയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ പ്രധാനമാണ്. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഈ സമയത്ത് വരുന്നത് കൊണ്ട് പ്രധാനമാണ്. മാത്രമല്ല, കൊല്ലിച്ചവർ ആരാണെങ്കിലും അവർ അകത്തായിട്ടില്ല എന്ന കാര്യം KK രമ ആവർത്തിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു കോണ്ടസ്റ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ, ഒത്തുതീർപ്പുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം KK രമ വ്യക്തമാക്കേണ്ടതാണ്. ശ്രീ വസന്ത്, മറുപടി. അല്ല, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ പത്മനാഭന് 2-3 ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, അദ്ദേഹത്തിന് വായിൽ തോന്നിയ വിടുവായത്തം വിളിച്ചു പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഷീലാ ദീക്ഷിത്തിനെ വിളിച്ചത്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭന്റെ ഫോണിൽ നിന്നാണല്ലോ വിളിച്ചത്, അല്ലെ പത്മനാഭന്റെ മുമ്പിൽ ഇരുന്നാണല്ലോ വിളിച്ചത്. രണ്ടാമത് അയാളുടെ മൈക്ക് ഓഫ് ചെയ്യും. എന്റെ പത്മനാഭ, ഇത് ജനൻ TV അല്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് BJP ഓഫീസിലെ വാറോൾ അനുസരിച്ച് മൈക്ക് ഓഫ് ചെയ്യാനും ക്യാമറ ഓഫ് ചെയ്യാനും ലൈവ് ഓഫ് ചെയ്യാനും ഒന്നും ഇത് ജനൻ TV അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അവിടെ ചെന്ന് പറഞ്ഞാലും പത്മനാഭൻ പറഞ്ഞൊന്നും അവിടെ ഓഫ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് സഭ്യതയൊക്കെ ചർച്ചയിൽ നല്ലതാണ്.
അങ്ങ് ഉമ്മൻചാണ്ടിക്കെതിരായി ഉമ്മൻചാണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ വായിൽ തോന്നിവാസം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത്. അത് ഇനിയും ഇടപെടും. സൂമിന്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടും എന്റെ ഇടപെടൽ വ്യക്തമാവില്ല എന്നതുകൊണ്ടുമാണ് ഞാൻ അപ്പോൾ നിർത്തിയത്. അങ്ങേ പേടിച്ചല്ല, അങ്ങനെ പേടിച്ച് നിർത്തുന്ന ഒരാളാണ്. കാര്യങ്ങളിലേക്ക് വരൂ. ഇവിടെ പേടിയുടെ പ്രശ്നമൊന്നുമല്ലോ. താങ്കൾ പറയൂ, സമയം കളയാതെ. ഇനി ഉത്തരം നോക്കൂ. ഈ കേസിൽ എന്താണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്? അയാൾക്ക് ചിരിക്കണമെങ്കിൽ 1.5 മണിക്കൂർ ചിരിക്കാൻ പറഞ്ഞാൽ വസന്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്ല, താങ്കൾ ഈ ഇതും കൂടി ചേർത്ത് പറഞ്ഞോളൂ. ഈ ടി.പി. ചന്ദ്രശേഖരൻ വധത്തിൽ ഒത്തുതീർപ്പ് എന്ന് പറയുമ്പോൾ തിരുവഞ്ചൂര് മാറി രമേശ് ചെന്നിത്തല വന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഉന്നതത്തിലേക്ക് പോയിട്ടില്ല. അല്ല, കേൾക്കൂ, ഞാൻ ഉത്തരം പറയാം. 2-3 കാര്യം. ഒന്ന് CPM പ്രതിനിധി അടക്കം പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന് നോക്കൂ, ഈ കേസിൽ ഏറ്റവും ആദ്യം ഇടപെട്ടു, ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഡെവലപ്മെന്റ് അനുസരിച്ച് ഏറ്റവും ആദ്യം ഇടപെട്ടു എന്ന് നമുക്ക് തെളിവടക്കം പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ഇടപെടലാണ്. ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുന്നു അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുത്ത് പോയി ഈ കാര്യം സംസാരിച്ചു തുടങ്ങി. അതാണല്ലോ ഫസ്റ്റ് ഡെവലപ്മെന്റ്. അന്ന് ചെറിയാൻ ഫിലിപ്പ് ആരാ? അന്ന് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിന്റെ കടുത്ത വിരോധിയും കാലങ്ങളായി കോൺഗ്രസിനുള്ളിലെ ചില സംഘടനാ പ്രശ്നങ്ങളുടെ പുറത്ത് CPM-ലേക്ക് പോവുകയും CPM-ൽ ഏറെ പ്രിയപ്പെട്ടവരായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് കോൺഗ്രസ് നേതാവാണ്, ഞാൻ സംശയിക്കുന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹം CPM ആണ്. സ്വാഭാവികമായും അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് എന്നതിനപ്പുറത്ത് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ഫ്രം CPM ആണ് എന്നതിൽ സംശയം വേണ്ട. രണ്ടാമത് ചെറിയാൻ ഫിലിപ്പ് തിരിച്ചെത്തുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിക്കുമ്പോൾ അവിടെ ബ്രിട്ടാസ് ഉണ്ട് എന്നറിഞ്ഞ് ബ്രിട്ടാസ് അപ്പോൾ ആ ഫോൺ മേടിച്ച് സംസാരിക്കും. അല്ലാതെ തിരുവഞ്ചൂർ ബ്രിട്ടാസ് അവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുകയല്ല. വിളിക്കുമ്പോൾ ബ്രിട്ടാസ് അവിടെ ഉണ്ട് എന്നറിയുന്നു, അപ്പോൾ സംസാരിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ, പത്മനാഭനോട് ചോദിച്ചൊരു കാര്യമാണ്. സംഘടനാ സംവിധാനം ഇത്രമാത്രം ശക്തമായ CPM-ന് ആ സമരത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമുണ്ടോ? നോക്കൂ, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം എന്തെങ്കിലും സെറ്റിൽമെന്റ് ആണ് നടന്നതെങ്കിൽ 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ആ സമരം പിൻവലിക്കപ്പെട്ടാൽ മതി. സ്വാഭാവികമായും CPM-ലെ നേതാക്കൾ നമ്മൾ വലിയ പ്രകോപനത്തിലേക്ക് പോകുന്നില്ല എന്ന് താഴെ തട്ടിലേക്ക് അവരുടെ കേഡർ സിസ്റ്റത്തിലേക്ക് അറിയിച്ചാൽ ആ സമരം അതേ രീതിയിൽ പോകും. പക്ഷെ ആ സമരം നിശ്ചലമായി പോയെന്നേ. ഭരണപരമായി അതിനെ പൂട്ടിക്കെട്ടാവുന്ന രീതിയിൽ ഉമ്മൻചാണ്ടി എന്താ പറയുന്ന മഹത്തായ ഒരു ഭരണാധിപൻ അതിനെ പൂട്ടിക്കെട്ടി കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ അത് ലിജീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. അത് ഈ സമരത്തിന്റെ വിജയമായിരുന്നുവെന്ന്. അല്ലല്ല, ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ഒന്നും ആയിരുന്നല്ലോ അവർ ആവശ്യം. ശ്രീ മഞ്ജുഷ്, എനിക്ക് തോന്നുന്നു അന്ന് അങ്ങ് മാതൃഭൂമിയിലാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഒരാളാണ്. അങ്ങേക്ക് വളരെ കൃത്യമായ ഓർമ്മയുണ്ടല്ലോ, അന്ന് ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആവശ്യം നമ്മൾ പോലും കേൾക്കുന്നത് അന്ന് പാർട്ടി സെക്രട്ടറി സമ്മേളനം വിളിച്ച് ഈ സമരം പിൻവലിക്കുന്നു എന്ന് പറയുമ്പോഴാണ്. ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു ഞങ്ങളുടെ ആവശ്യമെന്ന് സമരം പിൻവലിക്കപ്പെട്ടതിന് ശേഷമാണ് CPM നേതാക്കൾ പറയുന്നത്. തോമസ് ഐസക്കിനോട് ചോദിക്കുമ്പോൾ തോമസ് ഐസക്ക് അന്ന് മാധ്യമങ്ങളോട് തട്ടിക്കറിയാണ്, നിങ്ങൾ വായിൽ തോന്നിയൊന്നും CPM-നെ പറ്റി പറയരുത്, ഞങ്ങൾ അങ്ങനെ സമരം പിൻവലിക്കില്ല എന്നല്ലേ പറഞ്ഞത്. ഇവരുടെ ആവശ്യം ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി സഹാബ് പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് വളരെ കൃത്യമായി പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, ആ ഉമ്മൻചാണ്ടി രാജിവെക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരടി പിറകോട്ട് പോകില്ല. ഞാനടക്കമുള്ള നേതാക്കൾ AKG സെന്ററിൽ പോയി വിശ്രമിക്കുകയാണ്, കാത്തിരിക്കുകയാണ് സഖാക്കളെ. നമ്മൾ പിന്മാറും. എപ്പോൾ പിന്മാറും? ഉമ്മൻചാണ്ടി രാജിവെച്ച് പുതുപ്പള്ളിയിലേക്ക്, തന്റെ പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നത് കണ്ട് കൈയടിച്ച് അടുത്ത തവണ ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ഒത്തുകൂടും. അന്നാണ് ഈ സമരം പിൻവലിക്കുക എന്നാണ് അന്നത്തെ പ്രസംഗം. ബൈറ്റ് ന്യൂസ് 8-ന്റെ ആർക്കൈവ്സിൽ കാണും. ഈ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ജുഡീഷ്യൽ അന്വേഷണം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫുൾ ക്ലെയിമും പിൻവലിച്ച് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം. ഇല്ല. അപ്പൊ ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ഓപ്ഷനാണ്. കോൺഗ്രസ് പറയുന്നു, നോക്കൂ, നിങ്ങൾക്ക് ഈ സമരം പിൻവലിക്കണമെങ്കിൽ ഞങ്ങൾ ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു, ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല. അതിലെന്തെങ്കിലും സെറ്റിൽമെന്റ് നടന്നെങ്കിൽ ശ്രീ മഞ്ജുഷ്, ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി 6 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ച് ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ പോയിരുന്ന ഒരു മനുഷ്യനുണ്ട്, അങ്ങേക്ക് അറിയാമല്ലോ. ഇന്ന് പലരും അന്വേഷണത്തിന്റെ വാറോല കാണുമ്പോൾ മോദിയെ പോയി കണ്ട് സെറ്റിൽ ചെയ്യുന്ന പോലെയല്ല. 6-7 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ചൊരു മുഖ്യമന്ത്രി ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ അവസാനത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാണ് മടങ്ങിപ്പോയത്. അപ്പൊ ആ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പിന്നീട് നടന്ന അന്വേഷണത്തോട് സഹകരിക്കേണ്ട കാര്യമുണ്ടോ? നോക്കൂ, ഇതിനുശേഷം 2 ഗവൺമെന്റുകൾ മാറി വന്നില്ലേ? പിണറായിയുടെ 1ാം ഗവൺമെന്റും 2ാം ഗവൺമെന്റും വന്നു. സാങ്കേതികമായ സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ ആ സമരം പിൻവലിക്കപ്പെട്ടതാണ് എന്നിരിക്കട്ടെ. അതായത് സോളാർ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആർഗ്യുമെന്റുകളും ഞങ്ങൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ
ഞങ്ങൾ ആ സമരം പിൻവലിക്കാൻ കാര്യം സാങ്കേതികത്വമാണ് എന്ന് ലിജീഷ് അടക്കമുള്ളവർ സമ്മതിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞിരുന്ന ഏതെങ്കിലും ആർഗ്യുമെന്റ് ഇവരുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി 7 വർഷം ഭരിച്ചതിന് ശേഷം പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ സമരവും ആ ആർഗ്യുമെന്റുകളും അതുമെല്ലാം അന്നത്തെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, അതിനെ താഴെ ഇറക്കാൻ വേണ്ടി കളിച്ച കളിയുടെ ഭാഗമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ശരിയാണ് ലിജേഷ്, ഈ ജുഡീഷ്യൽ അന്വേഷണമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമൊന്നും ആയിരുന്നില്ല. അത് മാത്രമല്ല, അത് അന്ന് തന്നെ അതിന് മുൻപ് തന്നെ അത് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഒരു ഒത്തുതീർപ്പ് അവിടെ വന്നു. ഇവിടെ ശ്രീപത്മനാഭൻ പറഞ്ഞ കാര്യത്തിനാണല്ലോ നിങ്ങളുടെ ഒരു മറുപടി ഇനി വേണ്ടത്. അവിടെ ഒരു ഡീലുണ്ടായി എന്നാണ്. അത് വെറുമൊരു ധാരണ എന്നല്ല, അതൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അത് അങ്ങനെ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഘടകകക്ഷികൾ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അന്ന്. പക്ഷേ പ്രേമചന്ദ്രൻ ഇതിനകത്ത് ഒരു ഇടനിലക്കാരനായി വന്നു സംസാരിക്കാൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരുന്നു. അന്ന് അദ്ദേഹം LDF-ലാണല്ലോ. ആ ഒരു സംഭവം ഉണ്ടായി. അതല്ലാതെ ഘടകകക്ഷികൾ പോലും അറിയാതെയാണ് ഇത് നടന്നത്. അതായത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഡീൽ അക്കാര്യത്തിലുണ്ടായി. അതാണ് BJP ആയുധമാക്കുന്നത്. അത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണം മുകളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നുവെന്ന്. അല്ല, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭന് ഇവിടെ എന്തും വിളിച്ചു പറയാം. അത് ചാനൽ ചർച്ചയിൽ നമ്മൾ കാണുന്നതാണല്ലോ. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പച്ച മലയാളം. TP ചന്ദ്രശേഖരൻ കേസെല്ലാം ഇവർ ഉപയോഗിച്ചിരുന്നത് CPM-നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പറയുകയാണ് അതിനെ കൊല്ലിച്ചവരെയൊന്നും കണ്ടെത്തിയില്ല എന്ന്. എന്തുമാത്രം അന്വേഷണം നടന്നു, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്വേഷണം നടത്തി. അവസാനം മോഹൻ മാഷ ഉൾപ്പെടെ തെറ്റായ രീതിയിൽ ജയിലിലടച്ചു. അവസാനം കോടതി വെറുതെ വിട്ടില്ലേ? എന്നിട്ട് അവസാനം പറയാണ് മുകളിലേക്കുള്ള ആളെ കൂടി അറസ്റ്റ് ചെയ്യണം എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാ കാലത്തും പറയാം, കാരണം ഒരു തെളിവും കാര്യവും ഒരു സംവിധാനവും ഇല്ലല്ലോ. എന്നിട്ട് പറയാണ് അതും ഇതുകൂടി കൂട്ടിക്കെട്ടാൻ വേണ്ടി ഏത് CPM-നെതിരെ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവർ ആ രൂപത്തിൽ പ്രയോഗിച്ചു. എന്നിട്ട് പറയാം ഞങ്ങളിത് ഡീലുണ്ടാക്കുകയാണ്. നിങ്ങൾ നോക്കി, സെക്രട്ടേറിയറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില ആശയക്കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇവിടെ ശ്രീ വസന്ത് പറഞ്ഞത് നിങ്ങൾ നോക്ക്. ചെറിയാൻ ഫിലിപ്പ് അന്ന് CPM-ന്റെ ഭാഗമായിരുന്നു. അന്ന് അങ്ങനെയാണ് കോള് വന്നത്, ഇങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചും പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ വസന്ത്, നിങ്ങൾ എന്തിനാണ് ഈ വേർക്കുന്നത്? ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് എവിടെയുള്ളത്? ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് CPM-ന്റെ കൂടെയാണോ LDF-ന്റെ കൂടെയാണോ? നിങ്ങളുടെ കൂടെയല്ലേ? ആ ചെറിയാൻ ഫിലിപ്പാണ് നേരത്തെ പറഞ്ഞത് ഫോൺ കോൾ ഞാനാണ് കൊടുത്തത്, ഞാൻ പോയി ജോൺ ബ്രിട്ടാസിന്റെ അടുത്ത് കൊടുത്തു, ജോൺ ബ്രിട്ടാസ് സംസാരിച്ചു, അതിനുശേഷം LDF-ന്റെ നേതൃത്വവുമായി CPM-ന്റെ സംസ്ഥാന നേതൃത്വമായി സംസാരിച്ചു, അതിനുശേഷം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ പലതും അംഗീകരിക്കാൻ ഉറപ്പ് നൽകി. പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതിനുശേഷം മന്ത്രിസഭാ യോഗം പിന്നെ 2 ദിവസം കഴിഞ്ഞ സമയത്ത് അന്നുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പരിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിസ്സാരായി കാണുന്നത് എനിക്കറിയില്ല. അപ്പോൾ ലിജേഷ്, അപ്പോൾ താങ്കൾ ചെറിയാൻ ഫിലിപ്പിനെ മുഖവിലേക്ക് എടുത്തു. ചെറിയാൻ ഫിലിപ്പ് CPM-ന്റെ ലാവണം വിട്ട് കോൺഗ്രസിലേക്ക് വന്നിട്ട് 14 മണിക്കൂർ ഈ വള്ളം കുടിക്കാതെ നിന്നോന്ന് വസന്ത് പറഞ്ഞ കേസ് വന്നത് ഏറ്റവും വലിയ കോടതി. വസന്തേ, ശ്രീപത്മനാഭ, നിങ്ങൾ കാണേണ്ടത് ജനകീയ കോടതിയാണ്. 2016 തെരഞ്ഞെടുപ്പ് നടന്നു, സോളാർ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു. ജനകീയ കോടതിയിൽ അംഗീകാരം വാങ്ങി ഒരു അധികാരത്തിൽ വന്നില്ലേ? പിന്നെ ഒരു കാര്യം താങ്കൾ ചെറിയാൻ ഫിലിപ്പിനെ താങ്കൾ മുഖവിലേക്ക് എടുത്തു. കാരണം CPM-ന്റെ ലാവണത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നിട്ട് പോലും അദ്ദേഹം അത് കാര്യം മാറ്റി പറഞ്ഞില്ല. ഈ ബ്രിട്ടാസ് പറഞ്ഞ അതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ബ്രിട്ടാസിനെ തള്ളി പറഞ്ഞുകൊണ്ട് തിരുവഞ്ചൂരിനെ ന്യായീകരിച്ച് പറയാമായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല ഈ വാർത്താ സമ്മേളനത്തിൽ. അത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളും കൂടി താങ്കൾ മുഖവിലേക്ക് എടുക്കണം. ഈ സമരം ഒഴിവാക്കുന്നതിന് CPM ആഗ്രഹിച്ചിരുന്നു. ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ CPM-ന് കഴിയില്ലായിരുന്നു. അത് VS-ന്റെ പിടിവാശിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വന്നത്. ഈ കാര്യങ്ങൾ കൂടി സമ്മതിക്കണം. കാരണം ചെറിയാൻ സത്യമാണല്ലോ പറയുന്നത്. CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നിട്ടും അദ്ദേഹം കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വന്നില്ല. ഇതിനകത്ത് നിങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ച വിഷയത്തിനകത്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഈ വിഷയത്തിലല്ല ആശയക്കുഴപ്പം. ആരാണ് ആദ്യം വിളിച്ചത് എന്നതിൽ ആശയക്കുഴപ്പമേ ഇല്ല. ആരാദ്യം വിളിച്ചാലും വിളിച്ചാലും ബ്രിട്ടാസ് വിളിച്ചാലും അതിൽ ആശയക്കുഴപ്പമില്ല. അത് പ്രധാനമാണ്. എന്താ പ്രധാനം എന്നറിയോ?
അല്ല ആരാദ്യം വിളിച്ചു ആശയക്കുഴപ്പമില്ല. ഒരു സമരം LDF-ഉം CPM-ന്റെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്നു. ഭരണ നേതൃത്വം ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെടുന്നു. ജോൺ ബ്രിട്ടാസ് LDF-ന്റെ CPM-ന്റെ നേതൃത്വം ബന്ധപ്പെടുന്നു. ഏറ്റവും ആദ്യം ചർച്ചയ്ക്ക് വരുന്നത് ഒരു പ്രധാനമല്ലേ? അത് ആരാ വന്നത്? ഈ പറയുന്ന തിരുവഞ്ചൂരും കോൺഗ്രസും അല്ലേ? ഞാനത് നേരത്തെയും പറഞ്ഞു. അല്ല, ഭരണരംഗത്തിരിക്കുമ്പോൾ അങ്ങോട്ട് ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത് അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ബാക്ക്ഡോർ ചർച്ച വഴി എല്ലാം കഴിഞ്ഞു എന്ന് അണികളോട് പറയുന്ന ഒരു രീതിയാണ് പറഞ്ഞത്, ഒരു കാര്യവും സാധിച്ചെടുക്കാതെ. അവിടെയാണ് ചെറിയാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. CPM-ന് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നില്ല. CPM-ന്റെ ജില്ലാ ഘടകങ്ങൾക്ക് തന്നെ ഇതിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. VS-ന്റെ പിടിവാശിയാണ് കാരണമായത് തുടങ്ങിയ കാര്യങ്ങളും പിന്നീട് C ദിവാകരനെ പോലെയുള്ളവർ തുറന്നു പറഞ്ഞ കാര്യങ്ങളും ഐസക്കിന് ഇതറിയാൻ പറ്റാതെ പോയതും എല്ലാം ഇതുമായി കൂട്ടി വായിക്കണം. ശ്രീ ലിജീഷ്. അല്ല മഞ്ജുഷേ, നിങ്ങൾക്ക് CPM-ന്റെ സംഘടനാ സംവിധാനവും LDF-ന്റെ സംഘടനാ സംവിധാനവും ഒക്കെ നന്നായി അറിയുന്ന ആളുകളാണ്. ഈ പറയുന്ന വസന്ത് ഉൾപ്പെടെ പറഞ്ഞു CPM കേഡർ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയും ഘടകവും എല്ലാം ഒന്നും ആലോചിക്കാതെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പിടിവാശിക്കനുസരിച്ച് ഇതുപോലൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് പ്ലാൻ ചെയ്യും. അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ മാധ്യമത്തിലൂടെ പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലെ ആളുകളങ്ങ് വിശ്വസിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതെല്ലാം തുടർ സമരങ്ങളായിരുന്നു, ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടതല്ല. നിരവധിയായ വ്യത്യസ്തങ്ങളായ സമരങ്ങൾ LDF-ന്റെ CPM-ന്റെ നേതൃത്വം ഏറ്റെടുത്തു. അതിന്റെ സമരത്തിന്റെ തുടർച്ചയുടെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് വളയൽ സമരം തീരുമാനിച്ചത്. ശരി, ലിജീഷിനോട് ഒറ്റ ചോദ്യം. അതായത് ലിജീഷ്, നിങ്ങൾ സെക്രട്ടേറിയറ്റ് വളയാൻ എത്തുന്നത് സമയം തീരുമാനിക്കാതെയായിരുന്നു. 2 ദിവസത്തേക്കാണ് ഞങ്ങൾ സമരം എന്ന് പറഞ്ഞില്ല. അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് വളയൽ സമരം. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ബൈറ്റിൽ പോലും ആ ബാനറിൽ അതുണ്ട്. അപ്പൊ അനിശ്ചിതകാലമായിരുന്നു. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു വന്നല്ല. ഒന്ന്. രണ്ടാമതായി, ഇന്ദിരാഭവനിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഉമ്മൻചാണ്ടിയോ ഇനി സാക്ഷാൽ സോണിയാഗാന്ധി നേരിട്ടോ ഡോക്ടർ മൻമോഹൻ സിംഗ് നേരിട്ടോ വിളിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ സെറ്റിൽ ചെയ്യുന്ന സമരമാണോ നിങ്ങളുടേത്? രണ്ടാമതായി, അങ്ങ് പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പുറത്താണ് അത് സെറ്റിൽ ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നു. ജുഡീഷ്യൽ അന്വേഷണം എന്ന ഓപ്ഷൻ നിങ്ങൾ ഈ സമരത്തിന് മുമ്പേ ഉമ്മൻചാണ്ടി പറഞ്ഞത് അന്നത്തെ വാർത്താ മാധ്യമങ്ങളുടെ എല്ലാ ബൈറ്റിലുണ്ട്. ഞാനിപ്പോ എന്റെ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇല്ലായിരുന്നു ഞാൻ അത് എടുത്ത് കാണിക്കാമായിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം അങ്ങേക്ക് അയച്ചും തരാം. ജുഡീഷ്യൽ അന്വേഷണം എന്നത് അന്നത്തെ UDF ഗവൺമെന്റ് നിങ്ങൾ ഈ സമരത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഓപ്ഷനാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ കളങ്കരഹിതരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഓപ്ഷൻ അംഗീകരിക്കാൻ വേണ്ടി എന്തിനാണ് പാവപ്പെട്ട സഹാക്കളെ 2 ദിവസം തിരുവനന്തപുരത്ത് എത്തിച്ച് അവരുടെ എന്താ പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾ പോലും സാധിക്കാൻ അവരെ സമ്മതിപ്പിക്കാതെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്? കോൺഗ്രസ് വിളിച്ചു പറഞ്ഞാൽ സമരം സെറ്റിൽ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഉത്തരം പറയാം. ലിജീഷ്, മറുപടി. അല്ല, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ വസന്തേ, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പറയുന്ന മന്ത്രിസഭ ചേർന്നത് അംഗീകരിച്ചെന്താ? നിങ്ങളത് ആദ്യം പ്രഖ്യാപിച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആഗസ്റ്റ് മാസം 16 മറ്റോ ആണ് ഈ പറയുന്ന യോഗം ചേർന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് അംഗീകരിച്ചത്. അതിനകത്താണ് നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരിധി കൂടി ഇതിനകത്ത് നിശ്ചയിക്കപ്പെടുന്നത്, സിറ്റിംഗ് ജഡ്ജിനെ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നത്. ആ രൂപത്തിലല്ലേ വന്നത്? ഇത് ഞങ്ങളുടെ സമര വിജയത്തിന്റെ ഭാഗമായാണ്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം വന്നതല്ല. ഇനി ഞാൻ പറയട്ടെ, CPM-ഉം LDF-ഉം തന്നെ തീരുമാനിച്ചത് അനിശ്ചിതകാല സമരം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ബ്രാഞ്ചുകളിൽ നിന്നും ലോക്കലുകളിൽ നിന്നും സെലക്ട് ചെയ്ത് ഈ പറയുന്ന സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ സമരത്തിനകത്ത് നിങ്ങൾ തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞില്ലേ, ഈ സമരത്തിന്റെ വിജയമാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. സെക്രട്ടേറിയറ്റ് അടച്ചിട്ടു. നിങ്ങൾക്ക് എത്ര ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചിടാൻ പറ്റും? ഈ പറയുന്ന 2 ദിവസം കൊണ്ട് സമരം അവസാനിപ്പിച്ചില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എത്ര ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചിടും? അതായത് നിങ്ങൾ ആദ്യം തന്നെ സറണ്ടർ ചെയ്തു. സെക്രട്ടേറിയറ്റ് അടച്ചിടുക എന്ന് പറഞ്ഞാൽ, ഒരു ഭരണസിരാ കേന്ദ്രം അടച്ചിടുക എന്ന് പറഞ്ഞാൽ, ലീവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സമരവിജയം. സമരവിജയം അതാണ്. നിങ്ങൾ എത്ര ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചിടും? അതിന്റെ ഭാഗമായി പിന്നീട് നിങ്ങൾ പറഞ്ഞില്ലേ, ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പും ഈ പറയുന്ന ജോൺ ബ്രിട്ടാസും പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതിന്റെ ഭാഗമായല്ലേ ചർച്ച നടക്കുന്നത്? അല്ലല്ല, ഭരണപക്ഷം പറയുമ്പോൾ അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതാണോ പ്രതിപക്ഷം? ശ്രീ ലിജീഷ്, ശരി, ലക്ഷ്യം കാണാതെ പോവുകയും ചെയ്തു. ശ്രീ പത്മനാഭൻ, ഈ ഒരു വാക്ക് തർക്കം ഇത് ഞങ്ങളുടെ സമര മുദ്രാവാക്യങ്ങളിൽ ഭൂരിഭാഗവും അംഗീകരിക്കപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ സമരം. ശരി, ശ്രീ പത്മനാഭൻ, സമരം അംഗീകരിക്കപ്പെട്ടു, അതിനാൽ പിൻവലിക്കുകയായിരുന്നു. തുടർ സമരങ്ങളും ഞങ്ങൾ വീണ്ടും. ശരി, അതിനുശേഷം തുടർ സമരങ്ങളും നടത്തി. ശ്രീ പത്മനാഭൻ, ഭൂരിഭാഗം ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന്റെ ഭാഗമായാണ്.
ആയിക്കോട്ടെ. അപ്പം ഞാൻ ഇതിലൊരു കാര്യം പറയട്ടെ, മഞ്ജുഷ ഒരു നിരീക്ഷണം നടത്തട്ടെ. അന്തിമമായി ഈ ഒരു ഡീല് കൊണ്ട് മെച്ചമുണ്ടായത് LDFനാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ നോക്ക്, ഈ ഒരു സമരം ചെയ്തു, ഈ സോളാർ വിഷയം സത്യത്തിൽ ഇത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അഴിമതിയല്ലായിരുന്നു. ഇത് സർക്കാരിൻ്റെ പണമോ ഒന്നും ഇതിൽ ഇൻവോൾവ് അല്ല. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. വന്നോളം നിർബന്ധമില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പം തലനാരിഴ കീഴിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഇത് വ്യക്തികളെ പറ്റിച്ച ഒരു സംവിധാനമാണ്. ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു. അതിന് കുറേ കോൺഗ്രസ് നേതാക്കന്മാർ സഹകരിച്ചു കൊടുത്തു. ഇതാണ് വിഷയം. അതിന് പിന്നെ അതിൽപ്പെട്ട ആ വ്യക്തിയും കോൺഗ്രസ് നേതാക്കന്മാരുടെ തർക്കവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ കേസും കൂട്ടും CBI അന്വേഷണമൊക്കെ. അപ്പോൾ ഇതിൽ എന്താ സംഭവിച്ചത്? ഈ ഒരു സമരത്തെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ എത്തിക്കാൻ LDFന് സാധിച്ചു. നിങ്ങൾ നോക്കുക, അതിനുശേഷം നടന്ന 2 അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇവിടെ ലിജീഷ് പറഞ്ഞത് ശരിയാണ്, നിങ്ങൾക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്. 2 തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ അടുപ്പിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വരാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചു. കോൺഗ്രസിൽ തകർച്ചയുണ്ടായി, കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമുണ്ടായി, CPMൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അവർ ഇത് ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമായി കഴിഞ്ഞ 2 തവണ അവർക്ക് ഇവിടെ ഭൂരിപക്ഷം കിട്ടി. മാത്രമല്ല 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 8 സീറ്റും കിട്ടി. അവരെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയുടെ ചരിത്രം നോക്കിയാൽ എന്നും കോൺഗ്രസിനാണ് മുൻതൂക്കം. പക്ഷേ 2014 8 സീറ്റ് കിട്ടാനും സാധിച്ചു. പിന്നെ 19 വന്നപ്പോൾ ശബരിമല വിഷയവും പല വിഷയങ്ങളും വന്നു, രാഹുൽ ഗാന്ധിൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വന്നു. മൊത്തം നോക്കുകയാണെങ്കിൽ മഞ്ജുഷേ, ഇടതുപക്ഷത്തിനാണ് ഈ ഒരു ഇടപാട് കൊണ്ട് ലാഭമുണ്ടായിട്ടുള്ളത്. കോൺഗ്രസ്സിന് ഇതിൽ നഷ്ടമാണ്. കോൺഗ്രസ്സുകാർ ഇടതുപക്ഷവുമായി ഡീലിന് പോയി നഷ്ടക്കച്ചവടത്തിലായി. അവർക്ക് ചരിത്രത്തിലാദ്യമായി, അതായത് 1977 ശേഷം ആദ്യമായി തുടർ ഭരണം ഉണ്ടാവുന്നൊരു സാഹചര്യമുണ്ടായി. നഷ്ടക്കച്ചവടം കോൺഗ്രസ്സിനാണ്. ഈ ഡീലുകളിൽ എന്നും എവിടെയും നഷ്ടക്കച്ചവടം കോൺഗ്രസ്സിനാണ്. ഇതിപ്പോൾ ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത് അതാണ്. ആം ആദ്മി പാർട്ടിയായി ഡീലാക്കി, അയാൾക്കെതിരെ പരാതി എഴുതി കൊടുത്തത് വരെ സംസ്ഥാന പ്രസിഡന്റാണ് അനിൽ ചൗധരി. ഇപ്പോൾ ആ ഡീലായി. ഇതിന് നഷ്ടം ഇന്നലെ പ്രശാന്ത് കിഷോർ, ഞാൻ പറഞ്ഞതല്ല, BJPക്കാരൻ പറഞ്ഞതല്ല, പ്രശാന്ത് കിഷോർ, അതായത് ഇവർ തന്നെ വാടകയ്ക്കെടുത്ത 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വാടകയ്ക്കെടുത്ത ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ. എല്ലാവരും അയാളുടെ സേവനം സ്വീകരിച്ചിട്ടുണ്ട്. BJP സ്വീകരിച്ചിട്ടുണ്ട്, പിന്നെ തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്, പലരും സ്വീകരിച്ചിട്ടുണ്ട്. അയാൾ ഇന്നലെ പറഞ്ഞു, ഇതായി അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള ഇടപാടിൽ നഷ്ടം കോൺഗ്രസിനായിരിക്കുന്നു. കോൺഗ്രസിന് ഇത് നഷ്ടക്കച്ചവടമാണ്, എന്നും നഷ്ടക്കച്ചവടത്തിലാണ്. ഇപ്പോൾ ശ്രീ ജോൺ മുണ്ടക്കയം വന്നിട്ടുണ്ട് ലൈവായിട്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ജോൺ മുണ്ടക്കയം ലൈവായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ് വീണ്ടും ഈ സോളാർ കേസ് ഇത് പൊടി തട്ടിയെടുക്കുവാൻ കാരണമായത്. അദ്ദേഹമാണ് ആ ലേഖനത്തിൽ എഴുതിയത്, ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചു, അതിനെ തുടർന്നുണ്ടായ ഡെവലപ്മെന്റുകളാണ് പിന്നെ ഈ സോളാർ സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിയതെന്ന്. പക്ഷേ ശ്രീ ജോൺ മുണ്ടക്കയം അവിടെ ജോൺ ബ്രിട്ടാസ് പറയുന്നത് മറ്റൊരു വെർഷനാണ്. ജോൺ ബ്രിട്ടാസ് പറയുന്നത് ജോൺ മുണ്ടക്കയുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല, പകരം തിരുവഞ്ചൂർ ചെറിയാൻ ഫിലിപ്പിലൂടെ തന്നെ വിളിക്കുന്നു, അങ്ങനെ ഒരു ആശയവിനിമയം നടക്കുന്നു. അവിടെ നിന്ന് പിന്നീട് കോടിയേരിയിലേക്കും കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ അന്നത്തെ മറ്റ് സമര നേതാക്കളിലേക്കും ഒടുവിൽ പിണറായി വിജയനിലേക്കും എത്തുന്നു. അങ്ങനെ ഈ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണ എത്തുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു തിരുവഞ്ചൂർ വഴി, അത് പിന്നീട് ഞങ്ങളുടെ വ്യവസ്ഥകൾ പ്രകാരം അത് ഒത്തുതീർപ്പുണ്ടായി, അവിടെ ജോൺ മുണ്ടക്കയത്തിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ താങ്കൾ എന്തുകൊണ്ടാണ് പിന്നെ അത്തരത്തിൽ ഒരു ലേഖനം എഴുതിയത്? അതിൽ ബ്രിട്ടാസ് ഇങ്ങോട്ട് ബന്ധപ്പെടുന്നു, പിന്നെ അവിടെ നിന്നാണ് ഈ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന്. അതിന് മറുപടി പറയാം. സത്യത്തില് എനിക്ക് ജോൺ ബ്രിട്ടാസ് എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ജോൺ ബ്രിട്ടാസ് അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ലായിരുന്നു. കാരണം അത്രമാത്രം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യം ജോൺ ബ്രിട്ടാസിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? മാത്രമല്ല, ഞാനെന്തിനാണ് ഇങ്ങനത്തെ കള്ളം പറയുന്നത്? ജോൺ ബ്രിട്ടാസുമായിട്ട് എനിക്ക് യാതൊരു ശത്രുതയില്ല, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. പക്ഷെ ആകെയുള്ളൊരു സംഗതി, ജോൺ ബ്രിട്ടാസ് എന്നോട് ഇത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് എഴുതത്തില്ലായിരുന്നു. ജോൺ ബ്രിട്ടാസ് ഇത് 11 വർഷമായ കാര്യമാണ്, പക്ഷെ ഞാൻ സ്വമേധയാ തീരുമാനിച്ചു അത് പുറത്തന്ന് പറയണ്ട എന്ന് കരുതി. ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസ്, ഞാൻ ഈ പുസ്തകം എഴുതിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സോളാർ കേസിന്റെ ചില കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എഴുതിയപ്പോൾ അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാനതങ്ങ് പരാമർശിച്ചു പോയതാണ്. എനിക്ക് ജോൺ ബ്രിട്ടാസിനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തണമെന്നോ പുള്ളിയെ ബുദ്ധിമുട്ടിക്കണമെന്നോ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഞാനൊരു ഭാവനാ സൃഷ്ടിയാണ് നടത്തിയതെന്നൊക്കെ ജോൺ ബ്രിട്ടാസ് പറയാൻ പാടില്ലായിരുന്നു.
എനിക്കറിയാം അദ്ദേഹത്തിന് മേലുള്ള കമ്പൽഷൻ അറിയാം. അദ്ദേഹം ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനല്ല, അദ്ദേഹം ഒരു പാർട്ടിയുടെ വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വേറെ കാര്യം, അദ്ദേഹം പറഞ്ഞത് വളരെ ബുദ്ധിപൂർവ്വമാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു പത്രപ്രവർത്തകനോട് ഇത് സംസാരിച്ചു, അങ്ങനെ ഈ കാര്യം പരിഹരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഉമ്മൻചാണ്ടി അടുത്ത് എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരെ മറിച്ച് അദ്ദേഹം ഞാനൊരു പാർട്ടിക്കാരനായി ഇടപെട്ടു, അപ്പോൾ പാർട്ടിക്കാരായ ചിലര് ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചെറിയാൻ ഫിലിപ്പിന്റെ പേരിനകത്ത് കൊണ്ടുവന്നു. സത്യത്തിൽ ഇത് ഞാൻ പറഞ്ഞതാണ് സത്യം, അതല്ലാതെ വേറെ സത്യമില്ല. പക്ഷേ അതിൽ വിവിധ തരത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ട്. ഇപ്പോൾ താങ്കളും ബ്രിട്ടാസും തമ്മിലുള്ള ഒരു സംസാരം പോലെ തന്നെ മറ്റൊരു സമാന്തരമായ രീതിയിൽ ഇപ്പോൾ തിരുവഞ്ചൂർ, ചെറിയാൻ ഫിലിപ്പ്, ജോൺ ബ്രിട്ടാസ്, ആ രീതിയിലൊരു ചർച്ച നടന്ന് പിന്നെ ഈ ധാരണയിലേക്ക് എത്തിയിരിക്കും. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ചർച്ച. കാരണം തിരുവഞ്ചൂർ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടല്ലോ. ചെറിയാൻ ഫിലിപ്പും തന്നെയൊന്നുമല്ല, കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചിട്ടുണ്ട്. എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞ എന്തുവാണ്, ജോൺ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ഒന്ന് പറയാമെന്നാ ചോദിച്ചത്. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്താ പറഞ്ഞത്. അദ്ദേഹമാണ് തിരുവഞ്ചൂരിനടുത്ത് പറഞ്ഞത്. എന്തായാലും ഇത് തിരുവഞ്ചൂര് പിന്നെ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചുവെങ്കിൽ ബാക്കി ഭാഗങ്ങൾ പൂരിപ്പിച്ചാൽ മതിയല്ലോ, സംഗതി ക്ലിയർ ആണല്ലോ. അവിടെ ഒരു ചർച്ച നടന്നു എന്ന് പറയുമ്പോഴേ ആ ചർച്ചയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഉണ്ടായിട്ടില്ല എന്ന് പുള്ളി പറയുന്നത്. അങ്ങനെ ഇരിക്കട്ടെ, എനിക്കെന്താ ഇനിയിപ്പോ പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട്. ഇപ്പം ഉമ്മൻചാണ്ടി അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നു അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുമെന്ന്. അല്ലാതെ ഇപ്പം ഞാൻ ഇതിന് എനിക്കിത് പറഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞ് സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ലക്ഷ്യം അതായിരുന്നില്ല. ഞാനിതൊരു പരമ്പരയ്ക്കകത്ത് ഒരു ചെറിയൊരു കാര്യമായിട്ട് പറഞ്ഞു പോയതാണ്. അത് മലയാളം വാരിക അതെടുത്ത് ഹൈലൈറ്റ് ചെയ്തു, അതൊരു വിവാദ വിഷയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജോൺ മുണ്ടക്കൈ, മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ തിരുവഞ്ചൂർ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും അത് വഴങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി CPM-ന്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് അതിന് മുൻപ് തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനങ്ങളിൽ പോലും പറഞ്ഞിട്ടുള്ളതാണല്ലോ. പിന്നെ അതെ, അതിനുള്ള ഉത്തരവാണ് പിന്നെ ബ്രിട്ടാസ് പറയേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന്റെ പേരിലാണ് തീർന്നതെന്ന് പറഞ്ഞാലേ അതിനകത്ത് എന്താ വിശ്വസനീയത ഉള്ളത്? ഞാൻ വീണ്ടും പറയുന്നു, ഈ നിർദ്ദേശം വന്നത് CPM-ന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് എത്രയൊക്കെ നിഷേധിച്ചാലും എത്രയൊക്കെ തിരിച്ചു പറഞ്ഞാലും ഭാവനാ സൃഷ്ടിയാണെന്ന് പറഞ്ഞാലും ഞാൻ റിട്ടയർമെന്റ് കാലത്ത് 10 പുസ്തകം കൂടുതൽ വിൽക്കാൻ വേണ്ടിയാണെന്നല്ലേ പറയുന്നത്. എനിക്ക് വാസ്തവത്തിൽ അങ്ങനെയൊക്കെ പറയുന്നതിനെ കുറിച്ച് ഞാനെന്താ മറുപടി പറയുക? പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ജോൺ മുണ്ടക്കയും ജോൺ ബ്രിട്ടാസ് ആശയവിനിമയം നടന്നതിന് ശേഷമാണോ പിന്നീട് അത് വളർന്നു വന്ന് തിരുവഞ്ചൂർ ഈ ചെറിയാൻ വഴി ജോൺ ബ്രിട്ടാസുമായി സംസാരിക്കുന്നത്? അങ്ങനെ ഒരു സംസാരത്തെ അറിയാമായിരുന്നോ? യാതൊരു സംശയമില്ല, 100%. അതിന് ശേഷമേ ചർച്ച നടന്നിട്ടുള്ളൂ, അതിന് മുമ്പ് ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇതിപ്പോ ഞാനിപ്പോ ഇത് തെളിയിക്കാണ്ട് എന്റെ രേഖ വല്ലതും ഉണ്ടോ? ഞാൻ പിന്നെ അന്ന് ബ്രിട്ടാസിനെ വിളിച്ച് സംസാരിച്ച് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, ഇത് ഇത്ര വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറുമെന്ന് ഞാൻ ധരിച്ചുമില്ല. അങ്ങനെ ആകുമല്ലോ ശ്രീ ജോൺ മുണ്ടക്കയം. താങ്കളെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ അത് ആലോചിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്താണെന്ന്. കാരണം 12 വർഷമായിട്ട് ഇത് പല സമയത്തും ഇത് ഉയർന്നു വന്നിട്ടുള്ളതാണല്ലോ. ഈ C. ദിവാകരൻ പറഞ്ഞിരുന്നു ഒരു തവണ ആത്മകഥയിൽ, അത് വന്ന് വലിയ വിഷയമായി. LDF-ന്റെ നേതാക്കൾ അത് നിഷേധിച്ചു, UDF-ന്റെ നേതാക്കളും നിഷേധിച്ചു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നിഷേധിച്ചു, അത്രേ ഉള്ളൂ. നിഷേധിക്കുന്നു. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ അത് വാർത്തയാകും, വിവാദമാകുന്നത് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ഞാനിത് പല ആളുകളോട് ഈ അടുത്ത കാലത്ത്, നേരത്തെ ഒന്നും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. നമ്മളെ സുഹൃത്തുക്കളോടും ഒക്കെ ഇത് പറയുമ്പോഴും ഇതൊരു വലിയ വിവാദമാണെന്ന് അവരാരും എന്നോട് പറഞ്ഞിട്ടില്ല. സാഹചര്യത്തിൽ ആകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. ബ്രിട്ടാസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ അത് അല്ലാതെ അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് ടെലിഫോണിലും സംസാരിച്ചു. അന്നേരവും അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. ഇവിടെ ഇത് ജുഡീഷ്യൽ അന്വേഷണം മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം അവിടെ പ്രഖ്യാപിച്ചു. അതുകൊണ്ടൊരു വഴങ്ങിയ ഒരു പ്രശ്നമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇങ്ങോട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് എന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ല അന്ന് പ്രഖ്യാപിച്ചത്. അന്ന് പ്രഖ്യാപിച്ചെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ല ഉമ്മൻചാണ്ടി അന്ന് പ്രഖ്യാപിച്ചത്. ഇത് അന്ന് പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ പിന്നെ ആണ് എന്ന് ഇവര് വാദിച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി അങ്ങനെ അല്ല എന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്
ഓഡിയോ പോയിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ ശ്രീ ജോൺ മുണ്ടക്കയം? ചില സാങ്കേതിക പ്രശ്നമുണ്ട്, വരാം. ലിജീഷ്, ജോൺ മുണ്ടക്കയം അതിൽ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് സമീപിച്ചത് CPM ആണ്, ഒത്തുതീർപ്പ് വേണമെന്ന് പറഞ്ഞ്. അദ്ദേഹം അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അതിന് കൂടുതൽ മറുപടി CPM പറയേണ്ടി വരും. ലിജീഷ്, അല്ല, ഈ ജോൺ മുണ്ടക്കയത്തിന് ഇതിനകത്ത് എന്താ റോളെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയാൻ ഫിലിപ്പും പത്രസമ്മേളനം നടത്തി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഈ പറയുന്ന ജോൺ ബ്രിട്ടാസും പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഈ ചർച്ചയിലൊക്കെ ജോൺ മുണ്ടക്കയം പങ്കെടുത്തിട്ടുണ്ടോ? ജോൺ മുണ്ടക്കയം പങ്കെടുത്തില്ലല്ലോ. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ മുണ്ടക്കയം എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത്? അതൊക്കെ കൃത്യമായി അവിടെ ധാരണയുണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുന്നു. പിന്നീട് മന്ത്രിസഭാ യോഗത്തിൽ എന്തൊരു വെളിപാട് വരുന്നതാണോ? ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കും അതുപോലെ മന്ത്രിസഭയ്ക്കൊക്കെ എന്റെ ഓഫീസ് കൂടി ഇങ്ങ് പെടുത്തിക്കളയാം എന്ന് ഇങ്ങോട്ട് പറയുകയാണോ? ഇതൊക്കെ എന്തൊക്കെയാണ് ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഈ പറയുന്ന മുണ്ടക്കയം ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അവിടെ. ഞാൻ പറയട്ടെ, ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ എന്റെ ടെലിഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞല്ലോ. ഈ പറയുന്ന മുണ്ടക്കയം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉൾപ്പെടെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞില്ലേ? ഇതിനകത്ത് ഇതൊന്നുമല്ല. ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ഇതൊരു സെൻസേഷനിലാവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ നോക്കി ഈ പുസ്തകത്തിന് എന്തെങ്കിലും പ്രസിദ്ധി വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തിയായിരിക്കും എനിക്ക് തോന്നുന്നത്. ജോൺ ബ്രിട്ടാസ് പറഞ്ഞ് ഞാൻ ശരിവെക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് എങ്ങനെ മുണ്ടക്കയം പറയാ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്ക് എങ്ങനെയാണെന്നത് തീരുമാനിക്കാൻ കഴിയുക? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ പെടുത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടാണോ നമുക്ക് കാണാൻ കഴിയുക? ശ്രീ ജോൺ മുണ്ടക്കയം, ലിജീഷ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സംസാരിച്ചത്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി ഇരിക്കേണ്ടി വന്നിരുന്നുവല്ലോ. പിന്നീട് മാറുകയായിരുന്നു. അതേ തുടർന്നാണ് സമരം ശക്തിപ്പെടുത്തുന്നത്. ഇതെല്ലാം കാര്യങ്ങളാണ്. ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്ക് തന്നെ തോന്നിയാണോ എന്റെ ഓഫീസും കൂടി ഉൾപ്പെടുത്തി കളയാം എന്ന് തീരുമാനിച്ചാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് സ്വയം വെളിപാടുണ്ടായിട്ട് തീരുമാനിക്കുന്നതാണോ? അത് അന്നുണ്ടായ ധാരണയുടെ പുറത്താണ്. ബ്രിട്ടാസ് പറഞ്ഞു അന്നുണ്ടായ ധാരണയുടെ പുറത്താണത്. ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പിന്നീട് തീരുമാനിച്ചു വന്നതായിരിക്കണം. അന്നില്ലായിരുന്നു. നിങ്ങൾ രേഖ പരിശോധിച്ച് നോക്കൂ, തർക്കിക്കാതെ. പിന്നീടാണ് വന്നത്. തർക്കിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ജുഡീഷ്യൽ തീരുമാനിച്ച കാര്യങ്ങളാണ് പറയുന്നത്. തിരിയുന്നില്ല. അതെ, പിന്നെ എങ്ങനെയാണ് മഞ്ജുഷ ഞാൻ ചോദിക്കുന്നത്? ജുഡീഷ്യൽ അന്വേഷണം ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. പിന്നീട് പത്രസമ്മേളനം നടത്തി ഉമ്മൻചാണ്ടി പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണമാണ്. 2 ദിവസം കഴിഞ്ഞ് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ് എന്റെ ചോദ്യം. ആ മന്ത്രിസഭ ഇരിക്കുന്നവർ ഇങ്ങോട്ട് പറയുകയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസും പെടുത്തണമെന്ന്? അങ്ങനെ UDF ചെയ്യുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടാ? കേരളത്തിൽ ആകമാനം സമരം നടക്കുന്ന സമയത്ത് പിന്നെ അതിന്റെ കൂടെ ഞങ്ങൾ ഓഫീസ് കൂടി അന്വേഷിച്ചോട്ടെ ഇങ്ങോട്ട് പറയുകയാണോ ചെയ്യുന്നത്? അതിന്റെ ഭാഗമായ 14 മണിക്കൂർ ഈ പറയുന്ന കമ്മീഷന് മുമ്പാകെ വെള്ളം കുടിക്കാതെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞവർ ഇരിക്കേണ്ടി വന്നത്. ഞാൻ ശ്രീ ജോൺ മുണ്ടക്കയത്തോടല്ല പറയുന്നത്. നിങ്ങൾ ഉമ്മൻചാണ്ടിയെ തൂക്കിലേറ്റിയോ? എന്ത് കണ്ടുപിടിച്ചു നിങ്ങൾ? ഒരു CD-യുടെ പുറകെ നാണോമാനില്ലാതെ ഓടി എന്നല്ലാതെ ഉമ്മൻചാണ്ടിക്കെതിരെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? 7 വർഷമായിട്ട് പിണറായി വിജയനല്ലേ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. എന്നിട്ട് പിന്നെ അത് പറയണോ? നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ സെറ്റിൽ ചെയ്ത് ഒരു ദിവസം കോടതിയാണ് പിന്നെ കോൺഗ്രസ് 2016 ജയിപ്പിച്ചു എന്നതാണ്. ഒറ്റ കാര്യം കൂടി എനിക്ക് ജോൺ മുണ്ടക്കയത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള അവസരം തരണം. ശ്രീ ലിജീഷ് ഒന്ന് സൈലന്റ് ആവുക. ശ്രീ ജോൺ മുണ്ടക്കയം, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം അതുകൊണ്ടാണ് ഞങ്ങൾ പിന്മാറിയത് എന്ന് ബ്രിട്ടാസ് പറയുന്നതിനെ താങ്കൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ അവിടെ ഈ ധാരണയും ചർച്ചയും ഒക്കെ വന്നപ്പോൾ ഇക്കാര്യം വന്നില്ലായിരുന്നോ? അതോ വെറും ജുഡീഷ്യൽ അന്വേഷണമാണോ അന്ന് ധാരണയിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നത്? നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് അന്ന് CPM നേതാക്കൾ പറഞ്ഞത്. പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞു എന്റെ ഓഫീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് രേഖയിലുള്ളതാണ്. ഇത് അന്ന് പത്രങ്ങളിൽ വന്ന കാര്യങ്ങളായത്. അതായത് സമരം തീർക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ധാരണയില്ലായിരുന്നു. അത് നിഷേധിച്ചു ഉമ്മൻചാണ്ടി. ആണ് എന്ന സമരം തീർക്കുന്നതിനുള്ള വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അങ്ങനെയും കൂടി തീരുമാനിച്ചിരുന്നു എന്നൊരു വാദം ഉന്നയിച്ചു. അപ്പൊ ഉമ്മൻചാണ്ടി അത് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് സമരം ശക്തിപ്പെടുത്തിയത്. അതുകൊണ്ട് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു.
ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ജോൺ മുണ്ടക്കയം, ശ്രീ ലിജീഷ്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ പത്മനാഭൻ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: സോളാർ സമരത്തിൽ നിന്ന് പിന്മാറിയതിൽ കോൺഗ്രസ് CPM ഡീലുണ്ടോ? ഉണ്ടെന്ന് 78% പ്രേക്ഷകർ, ഇല്ലെന്ന് 18%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.